ഹായ് എവരിവൺ. മെറ്റാഡ്സിൻ്റെ നെക്സ്റ്റ് ഒരു ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്തൊരു ക്യാമ്പയിനാണ്, അതായത് എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ ബാക്കി രണ്ട് ക്യാമ്പയിനും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ ഫേസ്ബുക്കിൻ്റെ പേജ്, ഇതിലൊക്കെ ആളുകളോട്ട് എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ കൂടുതലും കാണുന്ന ആളുകളിലോട്ടാണ് ഈ ഒരു എൻഗേജ്മെന്റ് എത്തിക്കുക. അപ്പോൾ നമ്മളെ പേജിന് ലൈക്ക്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിന്റെ ലൈക്ക്, കമന്റ്, അതുപോലെ ഫോളോവേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലും ഈ ഒരു ഇതിൽ നിന്നാണ് കിട്ടല്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് ത്രൂ കൺവേർഷൻസും വരും. അതായത് മെസ്സേജ് ആയിട്ടും കോളായിട്ടും എന്ത് ചെയ്യും, നമുക്ക് കൺവേർഷൻസും വരും. അപ്പോൾ അതാണ് കൂടുതലും ഇതിൽ വരുന്നത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി കണ്ടിന്യൂ കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ മാനുവലായിട്ടാണ് ചെയ്യുന്നത്. കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ മുമ്പത്തെ ക്യാമ്പയിനൊക്കെ കൊടുത്ത പോലെ തന്നെ ഒരു നെയിം കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ പേജ് ഏതാന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കുക, ഏത് ഓപ്ഷൻ വേണമെങ്കിലും ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ മെസ്സഞ്ചർ ഇവിടെ ഒഴിവാക്കിയാൽ നമുക്ക് മെസ്സഞ്ചറിൽ വരില്ല. ഇൻസ്റ്റാഗ്രാം വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, വാട്സപ്പ് മാത്രമാക്കുക. ഇനി നിങ്ങൾക്ക് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്കും കൊടുക്കുക. അപ്പോൾ നമുക്ക് കൺവേർഷൻസ് എന്ന് പറയുമ്പോൾ മെസ്സഞ്ചറിൽ, ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിൽ മെസ്സേജുകൾ വരും. അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരും, വാട്സപ്പിൽ മെസ്സേജും കോളായിട്ട് അങ്ങനെയും വരും. ഇങ്ങനെ മൂന്ന് രീതിയിൽ എന്ത് ചെയ്യുക, നമുക്ക് കൺവേർഷൻസ് വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ഏകദേശം എത്ര നമ്പർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരേ സമയത്ത് ഒരു നമ്പർ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഓരോ ക്യാമ്പയിന് സെപ്പറേറ്റ് നമ്പറിൽ എന്ത് ചെയ്യുക, നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് കൺവേർഷൻസ് തന്നെ കൊടുക്കുക. പിന്നെ നമ്മൾ ബഡ്ജറ്റ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലൊക്കേഷന് കാര്യങ്ങൾ, ഓഡിയൻസ് കൊടുക്കുക. ഓഡിയൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഏത് കാറ്റഗറി ആണോ നിങ്ങളെ ബിസിനസ്, അത് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പരസ്യമാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സോഷ്യൽ മീഡിയ ഓൺലൈൻ ഉണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് അവൈലബിൾ ആയിട്ട്. അങ്ങനത്തെ ഒരുപാട് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഫ്രീലാൻസർ, ഏത് റിലേറ്റഡ് ആണോ നമ്മളെ പരസ്യം, ഏത് റിലേറ്റഡ് ആണോ, അതുപോലെ നമ്മളെ പരസ്യം ആരാണ് കാണാൻ സാധ്യതയുള്ളത് അവരെ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പിന്നെ നമുക്ക് ബിസിനസ്, നമ്മളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ഓണേഴ്സൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഓൺ ബിസിനസ്, അതേപോലെ സ്മോൾ ബിസിനസ്, ആ ഒരു കാറ്റഗറിയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. വേണമെങ്കിൽ മാറ്റിയാൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേസ്മെൻറ്റ്, എല്ലാ പ്ലേസ്മെൻറ്റും കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക.
ഇവിടെ നമ്മൾ ഇമേജോ കാര്യങ്ങളോ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ മുമ്പ് ഇവിടെ ക്യാമ്പയിന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിവിടെ കൊടുക്കാനുള്ള കാര്യങ്ങളൊന്ന് കോപ്പി ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ മുമ്പ് കാണിച്ചു തന്നെ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കോപ്പി എടുത്തിട്ട് കൊടുത്താലും മതി. നമ്മൾ ക്യാമ്പയിൻ എഡിറ്റ് കൊടുക്കുക. ഓക്കെ, നമ്മളിത് വീണ്ടും പറഞ്ഞു പോകുന്ന മുമ്പുള്ള ക്യാമ്പയിനിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനിയും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തവണയും കൂടി കണ്ട് നോക്കിയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലോഡ് കൊടുത്താൽ മതി. ഞാനിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചോണ്ട് ഓക്കെ, നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇത് നമ്മൾ സ്കിപ്പ് ആൻഡ് കണ്ടിന്യൂ കൊടുത്താൽ മതി. ഡണ്ണ് കൊടുക്കുക. ഓക്കെ, നമ്മൾ കൊടുത്ത ആഡിന്റെ പ്രിവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളവിടെ കൊടുത്ത കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ, അതുപോലെ തന്നെ താഴെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ. പിന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കോൾ ടു ആക്ഷൻ എന്നുള്ളത് ഓക്കെ, നമ്മൾ ഇവിടെ ക്യാമ്പയിനിൽ മെസ്സഞ്ചർ ഒന്ന് ഒഴിവാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ആഡ് സെറ്റിലോട്ട് വരിക. ഓക്കെ, നമ്മൾ ആ ഒരു ഇതിൽ അവിടെ മെസ്സഞ്ചർ മാറ്റിയപ്പോൾ ടിക്ക് ഒഴിവാക്കിയപ്പോൾ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നമ്മൾ മുമ്പ് കൊടുത്തിരുന്നത് ഓക്കെ, നമ്മൾ മുമ്പ് കൊടുത്ത സമയത്ത് ഇവിടെ മെസ്സഞ്ചർ ആയിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ വാട്സപ്പ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുന്നുള്ള ആ ഒരു ആൻഡ് കയ്യിൻ്റെ സിമ്പിൾ കാണിച്ചിട്ടുള്ളത് വാട്സപ്പിലോട്ടാണ്.
അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ്, കോള് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ലാസ്റ്റ് ഇയർ ടെംപ്ലേറ്റ്സും കൂടെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ യൂസിങ് എക്സിസ്റ്റിംഗ് എന്നുള്ളത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി. ഇങ്ങനെ ഞാനിപ്പോൾ മുമ്പ് കൊടുത്തിട്ടുള്ള ഹലോ ക്യാൻ ഐ ഗെറ്റ് മോർ ഇൻഫോ ജസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മുമ്പ് കൊടുത്തുകൊണ്ട് അത് തന്നെ കൊടുക്കുകയാണ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പബ്ലിഷ് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഏകദേശം എല്ലാ ക്യാമ്പയിനും ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ചെറിയൊരു മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ എല്ലാ ക്യാമ്പയിനും നമുക്ക് ഇതുപോലത്തെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുത്താനുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഒരു പിന്നെ കോഴ്സിന്റെ ഭാഗമായിട്ട് എല്ലാ മൊഡ്യൂളുകളും അതായത് എല്ലാ ലെസണുകളും കവർ ചെയ്ത് പോവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.